ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ടത്തിൽ അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 64.25% പോളിംഗ് രേഖപ്പെടുത്തി. അന്തിമ കണക്കുകളിൽ ഇനിയും മാറ്റം വന്നേക്കും. ഇന്നലെ നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്: ആന്ധ്രാപ്രദേശ് 68.12%, ബീഹാർ 55.90%, ജമ്മു കാശ്മീർ 36.88%, ജാർഖണ്ഡ് 63.37%, മധ്യപ്രദേശ് 68.63%, മഹാരാഷ്ട്ര 52.75%, ഒഡീഷ 63.85%, തെലുങ്കാന 61.39%, ഉത്തർപ്രദേശ് 57.88%, ബംഗാൾ 76.02%. സർക്കാരിൻ്റെ അശാസ്ത്രീയമായ സീറ്റ് പരിഷ്കരണ നയം കാരണം ഏറെ ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാതെ പിണറായി സർക്കാർ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുകയാണെന്നും വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ 1,00,000-ൽ പരം വിദ്യാർത്ഥികളാണ് +1 പ്രവേശനത്തിന് സീറ്റില്ലാതെ നെട്ടോട്ടമോടുന്നതെന്നും K. സുധാകരൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDFിൽ തർക്കമെന്ന റിപ്പോർട്ടുകൾ. എളമരം കരീമിൻ്റെയും ബിനോയ് വിശ്വത്തിൻ്റെയും ജോസ് കെ മാണിയുടെയും രാജ്യസഭയിലെ ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 LDFിന് ജയിക്കാം. 1 CPM ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. രണ്ടാം സീറ്റിലാണ് CPI കേരള കോൺഗ്രസ് തർക്കം. സീറ്റ് വിട്ടു നൽകില്ലെന്ന് CPI ഉറച്ച നിലപാടെടുക്കുമ്പോൾ ജോസ് കെ മാണി ഒഴിയുന്ന സീറ്റിൽ കേരള കോൺഗ്രസും അവകാശവാദം ശക്തമാക്കി. സംസ്ഥാനത്തെ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റിൽ 1 സീറ്റ് മത്സരിക്കാൻ വേണമെന്ന നിലപാടുമായി ജോസ് കെ മാണി. UDF വിട്ടുവന്നപ്പോൾ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നെന്നും അത് നൽകണമെന്നും വാദിക്കാനുമാണ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനം. LDF തുടർ ഭരണത്തിന് വഴിയൊരുക്കിയത് മാണി ഗ്രൂപ്പിൻ്റെ മുന്നണി മാറ്റ നിലപാടെന്നും അതിനാൽ രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. PCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ബീരുവിനെ പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതെന്തിനാണെന്ന് കാസർഗോഡ് MPയും മുൻ UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചു. പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തിയാൽ മറുപടി രേഖാമൂലം നൽകുമെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ 2 അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരാണ് അന്വേഷണ കമ്മീഷനിലുള്ളത്. യാത്രക്കാർക്ക് ശുദ്ധമായ ദാഹജലം ഉറപ്പിക്കുന്നതിനായി ഹില്ലി അക്വയും KSRTCയുമായി ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിക്കുന്നു. ലിറ്ററിന് 15 രൂപ നിരക്കിൽ സൂപ്പർഫാസ്റ്റ് മുതൽ ഉയർന്ന ശ്രേണിയിലുള്ള എല്ലാ സർവീസുകളിലും ബസ്സിനുള്ളിൽ തന്നെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. ബൾക്ക് പർച്ചേസിംഗ് സംവിധാനവും KSRTC ഒരുക്കുന്നുണ്ട്. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ യുവരാജ് സാഗർ എന്ന കപ്പൽ കസ്റ്റഡിയിലെടുത്തു. കോസ്റ്റൽ പോലീസിൻ്റേതാണ് നടപടി. അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരുന്നു. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാത്ത കുട്ടികൾക്ക് മെയ് 28 മുതൽ ജൂൺ 4 വരെ പരീക്ഷ നടത്തും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ ഭവൻ വിജ്ഞാപനം ഇറക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണമായ 2.959 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് പൂർത്തിയായതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ഇപ്പോൾ പുലിമുട്ടിൻ്റെ സംരക്ഷണ ഘടകങ്ങൾ സ്ഥാപിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലകളിൽ നിന്നും തുറമുഖ തീരത്തിന് സംരക്ഷണം ഒരുക്കുകയും കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കുരം ഇടുന്നതിനായുള്ള ശാന്തമായ കടൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് പുലിമുട്ടിൻ്റെ നിർമ്മാണോദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റെയിൽവേ. പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടുന്നതോ വിഭജിക്കുന്നതോ സംബന്ധിച്ച് ചർച്ച പോലും നടന്നിട്ടില്ല. പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂൺ 3 എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി ഈ മാസം 28 തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തും. SSLC പരീക്ഷാ നിലവാരം ഉയർത്തുന്നതിനായാണ് പ്രത്യേക കോൺക്ലേവ് നടത്തുന്നത്.
ഹൃദ്രോഗ ചികിത്സക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മന്ത്രി KN ബാലഗോപാലിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കി. 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. CBSE 10ാം ക്ലാസ് +2 ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. 10ാം ക്ലാസ്സിൽ 93.60% വിജയം നേടി. കഴിഞ്ഞ വർഷം 92.12% വിജയം. ഈ വർഷം 0.48% വർധനയുണ്ട്. മേഖലയിൽ 99.75% തിരുവനന്തപുരമാണ് മുന്നിൽ. +2വിന് 87.98% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ 0.65% വർധനവാണ് ഉണ്ടായത്. കേരളം ഉൾപ്പെടെ തിരുവനന്തപുരം മേഖല 99.9% വിജയം നേടി രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തി. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. നിലവിൽ പ്രതിസന്ധികളില്ല. അത്തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി. സീറ്റ് വർധനയ്ക്ക് പകരം ബാച്ച് വർധനയാണെന്ന് വേണ്ടുന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. RMP നേതാവ് KS ഹരിഹരൻ്റെ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഹരിഹരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് UDFും RMPയും വ്യക്തമാക്കിയതാണ്. പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു. തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണ്. എന്നാൽ CPM ജില്ലാ സെക്രട്ടറി P മോഹൻ്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. വീണ്ടും ട്രെയിനിനുള്ളിൽ TTക്ക് മർദ്ദനം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്സിലെ രാജസ്ഥാൻ സ്വദേശിയായ TT വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിന് ഇടുക്കിയായിരുന്നു. TTയെ ആക്രമിച്ച തിരുവനന്തപുരം കരവന സ്വദേശി S സ്റ്റാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പുത്തൂരിൽ KSEB ലൈൻമാൻമാർ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ സെക്ഷനിലെ ലൈൻമാൻ ശാസ്താംകാട്ട സ്വദേശി പ്രദീപ് കുമാറാണ് മരിച്ചത്. പവിത്രേശ്വരം ആലുവശ്ശേരിയിൽ ഇന്ന് 11:30യോടെയാണ് സംഭവം. അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് ഷോക്കേറ്റത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.